സ്പൈഡർമാൻ കണ്ട് ഇന്റർവെല്ലായി. ഇനി ബാക്കി പടം ശരിക്കും പറഞ്ഞ ഒരു അബ്രപ്റ്റായിട്ട് കട്ട് ചെയ്ത പോലെ തോന്നി. ഇവിടെ എല്ലാവർക്കും മറ്റേ പടത്തിനകത്ത് മറ്റേ ഒരുമാതിരി ഭയങ്കര പെട്ടെന്ന് കട്ട് ചെയ്ത അല്ലേ, ഭയങ്കര പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞ പോലെ തോന്നി. ഇപ്പൊ എന്തായാലും എന്റെ കൂട്ടുകാരുണ്ട്, അപ്പൊ എന്തായാലും പടം ബാക്കിയുണ്ട്. അങ്ങനെ ബ്രാൻഡ് ന്യൂ ഡേ, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ട് ഇപ്പോൾ വീട്ടിലെത്തിയതുള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഉടൻ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് എഴുതി. ആ ഒരു മൂഡിൽ നിന്ന് പോണതിന് മുമ്പ് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സംഭവം എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം പക്ക സ്പോയിലറായി പോകും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ട്രെയിലറിലുള്ള ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ പണിഷർ കാണിക്കുന്നുണ്ട്. പണിഷറിനെ അറിയാലോ, നമ്മുടെ ജോൺ ബ്രണത്തൽ. അപ്പം നടൻ്റെ പേര് എപ്പോഴും എൻ്റെ വായിൽ കിട്ടില്ല, എനിക്ക് ടങ് സ്ലിപ്പുള്ളോട്ട്. പിന്നെ നമ്മുടെ ഹൾക്കുണ്ട്, ബ്രൂസ് ബാനർ ഹൾക്ക്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ക്യാരക്ടറുണ്ട്, പുതിയൊരു അഡീഷൻ. ആ ആക്ടറിൻ്റെ കുറിച്ച് അധികം ഞാൻ പറയില്ല, കാരണം പറഞ്ഞ സംഭവം സ്പോയിലറായി പോകുന്നുണ്ട്. ഒരു പ്രമുഖ ഒരു സീരീസിൽ അഭിനയിച്ച ഒരു ആക്ടറാണ്. ആ ആക്ടർ അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അധികം ഡീറ്റെയിൽസിലോട്ട് പോയ സംഭവം സ്പോയിലറാവും, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം നഷ്ടപ്പെടും. ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫാൻറ്റസി പടം. അതായത് പക്ക ഒരു മാർവൽ ഫാൻസിന് പറ്റിയൊരു ട്രീറ്റ് എന്ന് തന്നെ പറയാം. ഈ സിനിമ ഇനി അല്ലാത്തൊരാൾ കണ്ടാൽ പോലും, ഈ അത്യാവശ്യം ഇതിനെക്കുറിച്ച് ഇപ്പോൾ അറിയാവുന്ന ഒരാൾ കണ്ടാൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ അല്ലാതെ ഒരാൾ ഈ ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻ നമുക്കറിയാം. ടോം ഹോളണ്ടിൻ്റെ ആ ഒരു ജെൻഡായ, എസ്പെഷ്യലി ജെൻഡായയുടെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ കുറച്ചധികം അതർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളുടെ റെഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ഡയറക്ടർ നമ്മുടെ അറിയാലോ, ഷാങ്ചി എന്ന സിനിമയുടെ ഡെസ്റ്റിൻ ഡാനിയൽ ക്രിട്ടൻ. പുള്ളിയുടെ ഡയറക്ടർ മൈക്കിൾ ഗുവാക്കിയോ, അങ്ങനെയാണ് ഒരാളാണ് ഇതിൻ്റെ മ്യൂസിക്. എനിക്ക് ഈ ഹോളിവുഡ് മ്യൂസിഷ്യൻസിൻ്റെ പേരൊന്നും അധികം അറിയത്തില്ല, അപ്പോൾ അതുകൊണ്ട് പറയാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അത്ര വലിയ മാർവൽ ഫാനല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. ഐ എം മോർ ഓഫ് എ DC ഫാൻ. DCയുടെ ഒരു ആരാധകനാണ് ഞാൻ. സൂപ്പർമാൻ, ബാറ്റ്മാൻ എന്തായാലും ഞാൻ കാണും. പിന്നെ നമ്മുടെ ഡാർക്ക് നൈറ്റ്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കും. ഇപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. സംഭവം 3D ആണ് ഞാൻ കണ്ടത്. 3D ആണ് എല്ലായിടത്തും ഉള്ളത്, അതുകൊണ്ട് 3D ആണ് കണ്ടത്. 3Dയിൽ എവിടെയൊക്കെ ചില ഭാഗത്ത് ഇപ്പോൾ ഗോസ്റ്റിംഗ് തോന്നി. ഗോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സബ് ടൈറ്റിൽസ് കാണുകയാണെങ്കിൽ ചില സമയത്ത് സബ് ടൈറ്റിൽസ് ഇങ്ങനെ ഓവർലാപ്പ്. സബ് ടൈറ്റിൽസിൻ്റെ പ്രശ്നമല്ല, പക്ഷേ അത് 3Dയിൽ പൊതുവെ ഉണ്ടാവാറില്ല. അടച്ചിരിക്കുന്ന അവസ്ഥ ഒന്നും ഉണ്ടായില്ല. ഞാൻ കണ്ട വനിത സ്ക്രീൻ 3യിലായിരുന്നു. അവിടെ യൂസ് ചെയ്യുന്ന യൂണിപ്പോളാർ എന്ന് പറഞ്ഞാൽ 3D മോഡലായിട്ടുണ്ട്. നല്ല 3D എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു സ്പൈഡർമാൻ അറിയാലോ, സ്പൈഡർമാൻ്റെ സൂപ്പർ പവേഴ്സ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ മൊത്തത്തിൽ ഓഡിയോ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ടോം ഹോളണ്ട് ആ ഒരു എവോൾവിങ് ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിൻ്റെ ലോൺലിനെസ് ആണ് എൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നെഡിൻ്റെയും ജെൻഡായുടെ ആ ഒരു സാധനങ്ങളൊക്കെ ശരിക്കും ഇമോഷൻ വെച്ച് ഒരുപാട് സംഭവം സിനിമയ്ക്ക് അത് കളിച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്രിസ്പാണ് പടം. എനിക്കെവിടെയും ഒരു സംഭവം ലാഗ് തോന്നിയില്ല, അങ്ങനെ അടിച്ചില്ല. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ബ്രൂസ് ബാനേഴ്സിനെ കാണിച്ചപ്പോൾ ഉള്ള ഒരു ശരിക്കും ദി ഇൻക്രെഡിബിൾ വേർഷൻ ഓഫ് ഹൾക്കിൻ്റെ പിന്നെ ഒരുപാട് പടങ്ങളുണ്ട്. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ഇൻക്രെഡിബിൾ ഹൾക്കാണ്. പണ്ട് എഡ്വേർഡ് നോർട്ടനൊക്കെ ചെയ്ത ആ ഒരു ഹൾക്ക് പടമില്ലേ, എഡ്വേർഡ് നോർട്ടനെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടറിനെ കാണിച്ചപ്പോൾ ശരിക്കും എഡ്വേർഡ് നോർട്ടനായിട്ട് എനിക്ക് തോന്നി. ഏതാ ക്യാരക്ടറാണെന്ന് ഞാൻ മറന്ന ഒരു സീനിൽ. പിന്നെ അറിയാമല്ലോ, ഔട്ട് ഓഫ് ദി മൾട്ടിവേഴ്സ് ചില ക്യാരക്ടർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞ സ്പോയിലറായിപ്പോൾ. പിന്നെ സിനിമ കൂടുതൽ ഇമോഷൻ പിടിച്ചുകൊണ്ടാണ് തോന്നുന്നത്. ടോം ഹോളണ്ട് അടിപൊളി, സെൻഡായ അടിപൊളി, പിന്നെ ജോൺ ബ്രണത്തൽ പണിഷറിന് കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, പണിഷറിൻ്റെ ഒരു വിജിലാൻറ്റിസം പ്ലസ് ഒരു പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു സ്ലാങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പുള്ളി സംസാര രീതി, അതാണ് പറയുക വാക്കിൽ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്. ഒരു OG, അതായത് സ്പൈഡർമാൻ പടങ്ങളിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സ്പൈഡർമാൻ്റെ ഒരു പ്ലേഫുൾനെസ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് സിനിമയിൽ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ OG കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് സ്പൈഡർമാൻ്റെ. നമ്മൾ നോ വേ ഹോമിനെ കണ്ട പോലെ തന്നെ. നോ വേ ഹോം അധികം ഞാൻ നോ വേ ഹോമിനെ കുറിച്ച് അധികം പറയില്ല, കാരണം അത് കാണാത്തവർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ഞാൻ പറയുന്നില്ല. എനിവേ ഇറ്റ് വാസ് സൂപ്പർ ഫൺ. ഐ ഹാഡ് ബ്ലാസ്റ്റ് അറ്റ് തിയേറ്റേഴ്സ്. ഒരു കുറേ OG സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു ശരിക്കും ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എനിവേ ഇറ്റ് വാസ് എ ഫൺ വാച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണാത്തവരാണ് കണ്ടു നോക്കാം. നല്ലൊരു പോപ്കോൺ പടം എന്നൊക്കെ പറയും. ഇപ്പോൾ ഇതൊന്നും അറിയാതെ പോയി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും, കാരണം അതുപോലത്തെ സിനിമയാണ്.
ആൻഡ് ലാസ്റ്റ് ടെയിലിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ടെയിലിൻ്റെ വരെ ഇരിക്കുക, നിങ്ങൾ മറന്നു പറയുന്ന പോലെ ഇതിന് ഒരു ടെയിലിൻ്റെ ഉണ്ട്. ടെയിലിൻ്റെ മിഡ് ക്രെഡിറ്റ് സീനൊന്നുമില്ല, ഒരു ടെയിലിൻ്റെ ഒരു സംഭവമുണ്ട് ആഫ്റ്റർ അത് ക്രെഡിറ്റ്സ് റോളിങ്. അപ്പോൾ അത് സാധനമുണ്ട്. അപ്പോൾ അതാണ് പറയാനുള്ളത്. എഗെയിൻ വീണ്ടും ഇനി അടുത്തത് ഡൂംസ്ഡേ വരുന്നത്, അത് കഴിഞ്ഞ് സീക്രട്ട് വാർസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ റയൻ ഗോസ്ലിങ്ങിൻ്റെ ഗോസ്റ്റ് റൈഡർ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ എത്ര പേര് ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എവിടെ കണ്ടതിനെ കുറിച്ച് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.